കുഞ്ഞു ഭയങ്കര ഉറക്കത്തിലാണ്ടോ പാപ്പുട്ടാ. നോക്കട്ടെ, നോക്കണ്ടോ? ചിരിക്കുമ്പോ അല്ല, ഉറങ്ങുമ്പോ ചിരിക്കണ വച്ച അല്ല വച്ച് കണ്ണുറങ്ങ കല്ലിപ്പെണ്ണ് കല്ലിപ്പെണ്ണ് പറഞ്ഞു പറഞ്ഞോളെ സുന്ദരൻ അവൻ കിടക്കണ ആശാൻ. എങ്ങനെയുണ്ട്? നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വയറൊക്കെ ഒന്ന് ലൂസാവട്ടെ. നമ്മൾ ഇന്ന് കോഴിക്കോട് പോവാണ്. കോഴിക്കോട് എന്തിനാ പാപ്പുട്ടോ പോണേ? കറങ്ങാൻ പോണേയാണോ? കറക്കമുണ്ട്, പക്ഷെ മെയിൻ കാര്യം എന്താന്ന് വെച്ചാല് അല്ല റൂമിലാണ് കിടക്കണേ. അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ കാര്യം പറ. ഞാൻ പറയട്ടെ, നമുക്ക് പറയാൻ വേണ്ടി കണ്ട ഉപ്പച്ചിയുടെ കൂട്ടുകാരൻ ഉണ്ണിച്ചേട്ടന്റെ കല്യാണ നിശ്ചയത്തിന് നമ്മൾ പോവാണ്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ കരിക്കും ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. അങ്ങനെ പോണ വഴിക്ക് പുതുക്കാട് സിഗരറ്റിൽ വെച്ച് സംഭാരം ഫ്രീ ആയിട്ട് കൊടുക്കണം. ഏതോ നല്ലവരായ ആളുകൾ ഇപ്പൊ 2 എണ്ണം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് കുറ്റിപ്പുറത്തുള്ള ചോറും മീനും എന്ന ഒരു കടയിൽ നിന്നാണ്. ഉച്ചയ്ക്കെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് 3:30 കഴിഞ്ഞു കേട്ടോ. എന്തായാലും ആ സമയത്ത് അവിടെ ചോറും മീനും ഉണ്ടായിരുന്നു. 4 മണി വരെ ഷോപ്പുള്ളൂ. അവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ടായിരുന്നു, അതേപോലത്തെ കറികളും എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫുഡായിരുന്നു. മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് കഴിക്കാൻ പറ്റി. ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. അങ്ങനെ നിരാശരാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് നാളായിട്ട് നല്ല വെയിൽ കണ്ടിട്ട് ഞങ്ങൾ കോഴിക്കോട് പോകുന്ന വഴി അവിടെ എത്താറൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഭയങ്കര സന്തോഷം തോന്നിയെങ്കിലും പിന്നെ ഇനി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങാൻ പറ്റില്ലല്ലോ, ഫുഡൊക്കെ അടിക്കണം. മെയിൻ കോഴിക്കോട് പോകുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഫുഡ് അടിയാണ്. അപ്പം അതൊന്നും നടക്കില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞങ്ങൾ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ മാറി നല്ല വെയിൽ തെളിഞ്ഞു കേട്ടോ. കോഴിക്കോടെത്തി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. പാപ്പുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ ടാപ്പോ സ്റ്റാർ കറക്കല്. എവിടെ പോകുന്നു? ചായക്കടയിൽ ചായ കുടിക്കാൻ രാത്രി 8 മണിക്കാ. രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ പോണല്ലോ ഞാൻ. ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ബിരിയാണി കോഴിക്കോട് ആദം ബിരിയാണി സെന്റർ നല്ലതാണെന്ന് പറഞ്ഞ് കഴിച്ചു നോക്കാം.
വന്നിട്ടേ ചായ കുടിച്ചിട്ട് ജ്യൂസ് കുടിക്കണ കാഴ്ചയാണ് കാണുന്നത്. കുടിക്കാൻ ഇങ്ങനെ മാറി മാറി കുടിക്കേ, അവക്കാടോയും മാങ്കോയും ഒക്കെ മാറി മാറി കുടിക്കേ. ഇതൊക്കെ കെട്ടിച്ചൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ഓ, ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നേ. ഇഷ്ടംപോലെ മരങ്ങൾ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പക്ഷികളും ഉണ്ട്. അണ്ണാനൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നേ. എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. പക്ഷികളുടെ സൗണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നടന്നു കുറച്ച് നേരം. പല്ല് തേച്ചാ? പല്ല് തേച്ചാ? ഇഷ്ടപ്പെട്ടല്ലേ? ഇവിടെ എല്ലാം പൊറോട്ടയാണ്. ഞാൻ മാത്രം നല്ല കുട്ടിയായിട്ട് ഇടിയപ്പം മട്ടൻ നല്ല ഇടിയപ്പവും മട്ടൻ സ്റ്റോറി അടിപൊളിയാണ്. മട്ടൻ സ്റ്റൂവിന്റെ പാത്രം നക്കി തുടയ്ക്കുന്നേക്കാക്ക. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സാഗറിലെ ഫുഡ്? മട്ടൻ സ്റ്റൂ, പൊറോട്ട എങ്ങനെയുണ്ടായി? ഇടിയപ്പം, മീൻകറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി നേരെ പോയത് ഇക്കാക്കയുടെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് പരിപാടിയിലേക്കാണ് കേട്ടോ. എത്ര മനോഹരമായ ആചാരങ്ങൾ! ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ടും ഉണ്ടാവുമോ എന്തോ. വാഴയിലേക്ക് ഇട്ടപ്പോൾ ഞാൻ കരുതി സദ്യയാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് നല്ല അസല് കോഴിക്കോടൻ ബിരിയാണിയാണെന്ന്. ഇവിടെ ചിക്കൻ ബിരിയാണിയോടൊപ്പം ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ മിഠായി തെരുവിൽ പോയി കുറച്ച് പലഹാരങ്ങളോ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾക്ക് അധികം നേരമൊന്നും മിഠായി തെരുവിക്കടെ തെണ്ടി നടക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ നടന്ന് കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പൈസ കൊടുക്കൂല. എത്ര ആൾക്കാർ മെനക്കെടുത്തത്? വെട്ടിച്ചിറ പ്ലാസയിൽ എന്തോ സംഭവിച്ചേ? ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാല് ഒരാളുടെ കയ്യിൽ നിന്ന് ടോള് മറ്റേ ഫാസ്റ്റാഗിന്ന് പോകാൻ ഡിലേ ആയി. അയാളുടെ ഫാസ്റ്റാഗിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പൈസ കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല, ബാലൻസ് ഉണ്ടാവും ചിലപ്പോൾ, എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. പക്ഷെ അതും പറഞ്ഞ് എത്രയോ വണ്ടിക്കാരെ സമയം ഒരു 10-20 മിനിറ്റോളം കളഞ്ഞു. പുറകിലുള്ള വണ്ടിക്കാരുണ്ടാക്കിയ പ്രശ്നമാണ് കണ്ടത്, ഞാനുൾപ്പെടെ. അതാണ് അവിടെ സംഭവിച്ചത്. അവരെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു, അത്രയും പേരെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അവരെ പറഞ്ഞു വിട്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. ഞങ്ങൾ ചാവക്കാട് ബീച്ചിൽ ചെന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അവിടെയുള്ള എല്ലാവരും തന്നെ എന്തോ കളി കളിക്കുന്നു കേട്ടോ. എന്ത് കളിയാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും കുറച്ചു നേരം നോക്കി എന്നിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വിചാരിച്ച് പോയിട്ടോ. എത്ര കണ്ടാലും നമുക്ക് വീണ്ടും വീണ്ടും പോയി കാണാൻ തോന്നുന്നൊരു സ്ഥലമല്ലേ ബീച്ച്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എത്ര പ്രാവശ്യം കണ്ടാലും ബീച്ചിൽ പിന്നെയും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നും. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറവേഴിൻ തുമ്പത്ത് സ്വരമേളത്തിരയാട്ടം. മാറിക്കാർമുഖം മാറിൽ ചാത്തിടും മാനം പൂമാനം. All this time
പറ്റിയ ടൈം കിട്ടി നമുക്ക്. ഓ എങ്ങനെയുണ്ട് ബീച്ച്? എങ്ങനെയുണ്ട്? അല്ല ഇപ്പൊ നല്ല ടൈമായില്ലേ? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ.